നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം BJP MLA വി മുരളീധരനെ ചുറ്റിപ്പറ്റി ഒരു വിവാദം കിടന്ന് കറങ്ങിയത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. കമ്മികളായിരുന്നു അതിനെ പിന്നിൽ. കട്ടേല ട്രൈബൽ സ്കൂളിൽ അവിടുത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന് വേണ്ടി പോയതായിരുന്നു വി മുരളീധരൻ MLA. അദ്ദേഹം അവിടെ ചെന്ന് കുട്ടികളുമായിട്ട് കളിക്കുന്നു, ചിരിക്കുന്നു, അവർക്ക് സമ്മാനമൊക്കെ കൊടുക്കുന്ന ഒടുവിൽ മിഠായി ഈ ഡെസ്കിൽ ഇങ്ങനെ വിതറിയിട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, അവർ ജാതീയത കാണിച്ചാണ്, അദ്ദേഹത്തിന് ഈ സവർണ്ണ മനോഭാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ വിവാദമാക്കാൻ ശ്രമിച്ചത്. അതൊരു രാഷ്ട്രീയ അവസരമായി കണ്ടുകൊണ്ട് ഇതിൽ നിന്ന് മുതലെടുക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടിയും അതേപോലെ തന്നെ മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും, ഈ കടകംപള്ളി സുരേന്ദ്രനാണ് വി മുരളീധരനോട് തോറ്റ MLA. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ മുരളീധരന് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേ സ്കൂളിൽ തന്നെ ഇന്ന് കുറച്ച് പാക്കറ്റ് മിഠായിയൊക്കെ ആയിട്ട് ചെന്നു. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: കുട്ടികൾക്ക് മിഠായി കൊടുക്കണം, അവരെ ചേർത്ത് നിർത്തണം, കെട്ടിപ്പിടിക്കണം, ഉമ്മ കൊടുക്കണം, എന്നിട്ട് അതിൻ്റെയൊക്കെ ചിത്രങ്ങളും വീഡിയോയൊക്കെ അവരുടെ സോഷ്യൽ മീഡിയ പേജിലിടണം. എന്നിട്ട് പറയണം, ദാ ഇങ്ങനെയാണ് കുട്ടികൾക്ക് മിഠായി കൊടുക്കേണ്ടത്, മുരളീധരൻ കണ്ടുപിടിക്കണം, ഇതാണ് ശരിക്കും ചെയ്യേണ്ടത്, അല്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് BGM ഒക്കെ കുത്തിക്കയറ്റി BJPക്കെതിരെയുള്ള വലിയ ആരോപണമാക്കി അത് രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാമെന്നാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ സംഗതി ചീറ്റിപ്പോയി. മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്നു എന്ന് ഓർക്കണം. ആ സ്കൂളിൽ ചെന്നു, ആവശ്യം പറഞ്ഞപ്പോൾ ആ സ്കൂൾ അധികൃതർ പറഞ്ഞു, ഇത് സ്കൂൾ ടൈമാണ്, ക്ലാസ് ടൈമാണ്, ഇപ്പോൾ കാണാൻ പറ്റില്ല, കുട്ടികളെ കാണാൻ പറ്റില്ല. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടും പറഞ്ഞിട്ടും സ്കൂൾ സമ്മതിച്ചില്ല. ഒടുവിൽ എന്ത് ചെയ്തു? ആ മുട്ടായി പാക്കറ്റ് എല്ലാം കൂടെ അവിടുത്തെ ടീച്ചർമാരെ തന്നെ കൊടുത്തിട്ട് നിങ്ങൾ സൗകര്യം പോലെ കുട്ടികൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോവേണ്ടി വന്നു. ആലോചിച്ച് നോക്കിയേ, മുൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് കേരളത്തിലെ സ്കൂളുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നറിഞ്ഞുകൂടെ? ക്ലാസ് ടൈം ആണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ വീട്ടിലുള്ളവരെ പോലും കുട്ടികളെ കാണാൻ അനുവദിക്കാറുള്ളൂ. അല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലും ഇങ്ങനെ വന്നിട്ട് മുട്ടായി കൊടുക്കാനാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്കൂളാണ് സമ്മതിക്കുക? ഞാൻ മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. വിദ്യാഭ്യാസ മന്ത്രിക്ക് സാമാന്യ ബോധം എന്നൊരു സംഗതി വേണം. ഇവിടെ വി ശിവൻകുട്ടിക്ക് അതില്ലാതായിപ്പോയി. അതോ താനാണ് ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി എന്ന ധാരണയിലായിരിക്കും ഒരുപക്ഷെ ചെന്നത്. പക്ഷേ ഭരണം മാറിയിട്ടുണ്ടെന്നും നിങ്ങളൊക്കെ തോറ്റുപോയെന്നും ഇപ്പോഴും വിശ്വസിക്കാത്ത ഒരുപാട് അന്തംഗമികളുള്ള നാടാണിത്. അപ്പോൾ ആ ഒരു ഹാങ് ഓവറിൽ തന്നെയായിരിക്കും അവിടെ ചെന്നത്. എന്തായാലും രണ്ടുപേരും നല്ല വൃത്തിയായിട്ട് തേഞ്ഞിട്ടുണ്ട്, തേഞ്ഞ് നാണം കെട്ടുപോയി എന്ന് തന്നെ പറയണം. ഇപ്പോൾ ഈ വാർത്തയായി വന്നു കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്, ഇയാൾ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് 5 വർഷം ഇരുന്നു, അയാൾക്ക് ഇവിടുത്തെ സ്കൂൾ നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയൂലേ, അപ്പോൾ ക്ലാസ് ടൈമിന് എന്തിനു പോയി എന്ന തരത്തിലാണ് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇല്ലാത്ത സംഭവം വലിയ വിവാദമാക്കി ഉണ്ടാക്കി അവർ വാർത്തയിൽ കൊണ്ടുവന്നിട്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. അത് നല്ല വൃത്തിയായിട്ട് തേഞ്ഞു. പക്ഷേ നമ്മുടെ ഭാഗ്യമാണ് കേട്ടോ, അവരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നെങ്കിലുണ്ടല്ലോ, അവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ആ നാടകം അവർ നടത്തുമായിരുന്നു. കാരണം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചെല്ലുന്നു, കുട്ടികൾക്ക് ക്ലാസ് ടൈം ആണെങ്കിലും അവരെ ക്ലാസ് റൂമിനകത്ത് അദ്ദേഹം കയറുകയോ അല്ലെങ്കിൽ അവരെ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരികയോ ചെയ്യും. അതിനുശേഷം ഓരോരുത്തരെയായിട്ട് വിളിച്ചിങ്ങനെ മുട്ടായി വലിയ ഓമനിച്ചുകൊണ്ട് കൊടുക്കും. ചിലപ്പോൾ ഈ മുട്ടായിയുടെ കവറൊക്കെ മാറ്റിയിട്ട് വായിൽ വെച്ച് കൊടുത്തെന്നിരിക്കും. അവരെ ചേർത്ത് പിടിക്കും, കെട്ടിപ്പിടിക്കും. ഒരുപക്ഷെ അയാൾക്ക് വയ്യെങ്കിൽ കൂടിയും എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ഒരു ചെറിയ കുട്ടീനെ എടുത്ത് അദ്ദേഹം ഇങ്ങനെ തോളത്ത് വെച്ചെന്നിരിക്കും. ഇതിനെല്ലാം ശേഷം വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് കൊടുക്കും. പക്ഷേ ഭരണം മാറിപ്പോയി. അതുകൊണ്ട് ഇവിടുത്തെ സ്കൂളിന് ഇങ്ങനൊരു നിയമം ഉള്ളത്, അതായത് എല്ലാ സ്കൂളിലും ബാധകമായിട്ടുള്ള കാര്യമാണ്, അത് സർക്കാർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്ന ആ ഒരു തോന്നൽ അല്ലെങ്കിൽ ധൈര്യത്തിലായിരിക്കും അദ്ദേഹം ചെന്നത്. എന്നിട്ടും അവിടുത്തെ സ്കൂൾ അധികൃതർ അദ്ദേഹത്തിനെ അതിന് അനുവദിച്ചില്ല. അതുകൊണ്ട് മാത്രം അവർ ഉദ്ദേശിച്ചു വന്ന നാടകം നടന്നില്ല. രണ്ടുപേരും നന്നായിട്ട് ചമ്മിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.